കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി. അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എൻ്റെ ജീവനായകനേ എന്നും ആശ്രയം നോമേ കാൽവരിക്കുന്നിൽ. 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. നമ്മുടെ രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടി, നമ്മുടെ ശാപത്തിൻ്റെ വിടുതലിന് വേണ്ടി, നമ്മുടെ പാപത്തിൻ്റെ വിടുതലിന് വേണ്ടി കർത്താവ് സകല പാപവും വഹിച്ചുകൊണ്ട് കാൽവരി കുന്നിൽ മലമുകളേറുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ മനുഷ്യർ പാപം ചെയ്ത് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ ആ പരമപിതാവായ ദൈവം തൻ്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അത് അങ്ങകലെ കാണുന്ന കുരിശിൽ യേശു കർത്താവ് ഒരിക്കൽ കുരിശു മരണം കൈവരിപ്പാനിടയായി നമുക്ക് വേണ്ടി കുരിശു ചുമന്ന് യാത്ര ചെയ്തു. ഗോൽഗോൽത്താ മലമുകളിലേക്ക് വീണും എഴുന്നേറ്റും ആ പ്രാണപ്രിയൻ നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്തുവാനിടയായി. ആ പ്രാണപ്രിയന് വേണ്ടി ജീവിച്ചുകൂടെ? ലോകത്തിൻ്റെ മോഹങ്ങളിൽ വഴുതി വീഴാതെ വണ്ണം, പാപത്തിൻ്റെതായ ചെളിയിൽ ആണ്ടുപോകാതെ വണ്ണം, ആ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ ഉറപ്പിക്കുന്ന ആ ദൈവകൃപയ്ക്കൊത്തവണ്ണം ജീവിപ്പാൻ 2025 പുതിയ തീരുമാനത്തോടെ സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ഭടന്മാരായി, കർത്താവിൻ്റെ യുദ്ധസേവയിൽ കർത്താവിനോടൊപ്പം പിശാചിനോട് പടവെട്ടി കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി അധ്വാനിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.